കെ രാധാകൃഷ്ണനെ മാറ്റി നിർത്തുകയാണോ CPM? രാധാകൃഷ്ണൻ എന്ന ശക്തനും ജനകീയനുമായ നേതാവിന് വേണ്ടത്ര പരിഗണന CPM എന്ന പാർട്ടിയിൽ നിന്നോ മുന്നണിയിൽ നിന്നോ ലഭിക്കുന്നില്ല എന്ന വിമർശനം രൂക്ഷമായി ഉയരുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം വിമർശനങ്ങൾ തലപൊക്കിയിരുന്നുവെങ്കിലും വലിയ ആയുസ് ആ വിമർശനങ്ങൾക്കൊന്നും തന്നെയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും രാധാകൃഷ്ണൻ സജീവ ചർച്ചയായി മാറുകയാണ്. വടക്കഞ്ചേരി CPM ഏരിയ കമ്മിറ്റി കെട്ടിടത്തിൽ കെ രാധാകൃഷ്ണൻ MPയുടെ ഓഫീസ് തുടങ്ങിയതിനെ തുടർന്ന് നടക്കുന്ന പ്രതിഷേധമാണ് ഇതിന് കാരണം. CPIയിലെ യുവജന സംഘടനയായ AIYF ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകളും ഇറങ്ങിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് കനത്ത തോൽവിയാണ് നേരിടേണ്ടി വന്നത്. അത്തരമൊരു സന്ദർഭത്തിലും ആകെ തുണച്ചത് ആലത്തൂർ മണ്ഡലം മാത്രമാണ് എന്നാണ് കമ്മിറ്റിയുടെ വാദം. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച കെ രാധാകൃഷ്ണൻ LDFിന്റെ മാത്രം MP അല്ല, ജനങ്ങളുടെ ആകെയുള്ള ഒരു MP-യാണ്. അദ്ദേഹത്തിനായി പൊതുജന സ്വീകാര്യമായ ഒരു ഓഫീസ് തെരഞ്ഞെടുക്കണമായിരുന്നുവെന്നാണ് സെക്രട്ടറിയായ ജിതിൻ പറയുന്നത്. രണ്ടാം LDF മന്ത്രിസഭയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന CPM അംഗം കെ രാധാകൃഷ്ണൻ തന്നെയാണ്. പ്രായം 60 ആയതിനാൽ മാത്രമല്ല അദ്ദേഹത്തിന് ആ സവിശേഷത. നിലവിലെ മന്ത്രിസഭയിൽ അംഗങ്ങളായ CPMകാരിൽ പാർട്ടി തലത്തിലും പിണറായി കഴിഞ്ഞാൽ ഏറ്റവും അനുഭവ സമ്പത്തുള്ള നിയമസഭാംഗവും കെ രാധാകൃഷ്ണൻ തന്നെയാണ്. നിയമസഭാംഗം എന്ന നിലയിൽ വഹിച്ച ചുമതലകളുടെ കാര്യത്തിലാണെങ്കിൽ പിണറായി വിജയനേക്കാൾ മുതിർച്ച കെ രാധാകൃഷ്ണനുണ്ട്. കാരണം അദ്ദേഹം സ്പീക്കറായിരുന്നു, ചീഫ് വിപ്പുമായിരുന്നു. സർവാർത്ഥത്തിൽ ആ മന്ത്രിസഭയിലെ ഏറ്റവും പരിണിത പ്രജ്ഞൻ. പക്ഷേ രാജിവെക്കേണ്ടി വന്നു. ആലത്തൂരിൽ നിന്നുള്ള MP-ആയി പോകേണ്ടി വന്നതിനാൽ രാജിവെച്ചു. ഇത്ര മുതിർന്നൊരു നേതാവിന് ഇത്ര ദുർബലമായ ദേവസ്വം വകുപ്പും ഈ നേതാവ് കേന്ദ്ര നേതാവായിരുന്ന കാലത്ത് SFI പട്ടം പറത്തിക്കളിച്ച് നടന്ന കുട്ടികൾക്ക് മുന്തിയ വകുപ്പും കൊടുത്ത് എന്നിട്ടും എന്തുകൊണ്ട് കെ രാധാകൃഷ്ണന് ഇത്രയും ദുർബലമായ വകുപ്പും അതേസമയം തന്നെ ഇത്ര വലിയ അനുഭവ സമ്പത്തില്ലാത്തവർക്ക് അതിനേക്കാൾ മുതിർന്ന വകുപ്പും നൽകിയെന്ന ചോദ്യങ്ങൾ ആ സമയത്തെ തലപൊക്കിയിട്ടുണ്ടായിരുന്നു. 1996-ൽ ചേലക്കരയിൽ നിന്നും നിയമസഭയിലേക്കായിരുന്നു രാധാകൃഷ്ണന്റെ ആദ്യ ജയം. ആദ്യ അവസരത്തിൽ തന്നെ മന്ത്രി പദവി. EK നയനാർ മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗക്ഷേമം യുവജനകാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 2001-ൽ സീറ്റ് നിലനിർത്തി, പ്രതിപക്ഷ വിപ്പായി. 2006-ൽ സ്പീക്കർ. 2011-ൽ ചേലക്കരയിൽ നിന്ന് വിജയിച്ചു. 2016-ൽ മത്സരിച്ചില്ല. CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു. ജില്ലാ സെക്രട്ടറി ആയാലും പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റ്, ദളിത് ശോഷൺ മുക്തി മഞ്ച് ദേശീയ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 2019-ൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മണ്ഡലമായിരുന്നു ആലത്തൂർ. UDFന്റെ രമ്യ ഹരിദാസിന് എതിരെ CPM നേതാവായ A വിജയരാഘവൻ നടത്തിയ അധിക്ഷേപകരമായ പരാമർശവും അതിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളും കേരളമാകെ കത്തിപ്പടർന്നു. മൂന്നാം മൂഴം മുന്നിൽ കണ്ടിറങ്ങിയ PK ബിജുവിനെ അഴുതെറ്റിക്കാൻ തക്ക ശേഷി ഈ പരാമർശത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. അങ്ങനെ രമ്യ ഹരിദാസ് പാട്ടും പാടി ഇടതുകോട്ടയെ കീഴടക്കി. പിന്നീട് രാധാകൃഷ്ണനിലൂടെയാണ് ആലത്തൂരിനെ വീണ്ടും ചുവപ്പണിച്ച് CPM ആ ലക്ഷ്യം സാധിച്ചത്. 19,587 വോട്ടുകൾക്കാണ് ആലത്തൂർക്കാർ രാധാകൃഷ്ണനെ ന്യൂഡൽഹിക്ക് അയക്കുന്നത്. 3,98,818 വോട്ടുകൾ രാധാകൃഷ്ണൻ സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സിറ്റിംഗ് MP-യും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസിന് 3,79,231 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. നഷ്ടപ്പെട്ടുപോയ ഇടതുകോട്ട തിരിച്ചുപിടിക്കാനായത് കെ രാധാകൃഷ്ണനെ രംഗത്തിറക്കിയെങ്കിലും പാർട്ടിക്കുള്ളിലും പുറത്തും ചർച്ചകൾ നടന്നത് രാധാകൃഷ്ണനെ ഒതുക്കാനാണ് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത് എന്നായിരുന്നു. ഈ പ്രചാരണം UDF ശക്തമായി അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. രമ്യ ഹരിദാസിനെ പോലെ താരതമ്യേന ജൂനിയർ ആയൊരു നേതാവിനെ നേരിടാൻ മന്ത്രിസഭയിലെ പ്രധാന മുഖത്തെ തന്നെ ഇറക്കേണ്ടിയിരുന്നോ എന്ന ചോദ്യവും ഉയർന്നു വന്നു. എന്നാൽ ജയം മാത്രമാണ് ലക്ഷ്യമെന്നും ബാക്കിയെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നുമായിരുന്നു അന്നത്തെ CPM നേതൃത്വത്തിന്റെ നിലപാട്. ശേഷം അദ്ദേഹം മാത്രം MP-ആയി വിജയിച്ച് കയറിയത് CPMന്റെ മുഖം രക്ഷിച്ചുവെങ്കിലും ആ വാദങ്ങളെല്ലാം ശരിവെക്കുന്നതാണ് AIYFന്റെ ആരോപണമെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ അഥവാ ഇടതുമുന്നണിയുടെ മുഖം രക്ഷിച്ച അതേ കെ രാധാകൃഷ്ണനാണ് ഇപ്പോൾ സ്വന്തമായൊരു ഓഫീസ് നൽകുന്നില്ല, പാർട്ടി കെട്ടിടത്തിൽ തന്നെ ഇരുത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് AIYFകാർ രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതേ സാഹചര്യത്തിൽ മുൻപത്തെ തുറപ്പുചെട്ടായ രാധാകൃഷ്ണനെ ഒതുക്കുന്നു എന്ന വാദവും പ്രതിപക്ഷവും ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ തങ്ങൾക്ക് ഇത്തരമൊരു കീഴ്വഴക്കമില്ല എന്നതാണ് CPMന്റെ വാദം. അതായത് MP-മാർക്ക് പ്രത്യേകമായ ഒരു ഓഫീസല്ല, പാർട്ടി ഓഫീസുകളിൽ തന്നെയാണ് MP-മാർക്കുള്ള ഓഫീസുകളും നൽകുന്നത് എന്നുള്ളൊരു വാദമാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. അതായത് കെ രാധാകൃഷ്ണന് മാത്രമല്ല ആദ്യമായി ഇത്തരമൊരു ഓഫീസ് നൽകുന്നതെന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഓഫീസിനോട് ചേർന്നുള്ള MP ഓഫീസ് ആദ്യമായല്ല എന്നുമാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന വിശദീകരണം.